മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തിൽ വളരെ വലിയ രീതിയിൽ ഭജൻസ് ഗ്രൂപ്പുകള് ജനഹൃദയങ്ങളിലേക്ക് നടന്നു കയറുന്നു എന്നുള്ളത് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ തന്നെ നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നന്ദഗോവിന്ദം ഭജൻസ് വലിയ രീതിയിലാണ് ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്, ജനങ്ങള് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ സിത്താനി ഭജൻസ്, അതേപോലെ തന്നെ വരാഹി ഭജൻസ്, അങ്ങനെ നിരവധി ഭജൻസ് നമ്മുടെ കേരളത്തില് ജനഹൃദയങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ജനലക്ഷങ്ങള് വലിയ രീതിയിലാണ് ഈ ഭജൻസുകളെയൊക്കെ തന്നെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട് ഗുരുപൊട്ടുന്ന ജിഹാദികൾ ഒരു ഭാഗത്തുണ്ട്. നമ്മൾ ഇതിനു മുമ്പേ തന്നെ ഒരു റാശി പട്ടാമ്പിയൊക്കെ ഈ രംഗത്തെത്തിയിട്ട് ഉറഞ്ഞു തുള്ളിയിട്ട് മറ്റു പല സംസ്ഥാനങ്ങളിലും ഓരോ 3 കിലോമീറ്ററുകളിലും ഇതുപോലെയുള്ള ഒരുപാട് ഭജൻസുകളൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടും സ്ത്രീകളെയും അതേപോലെ തന്നെ അവരെ കൊണ്ടാക്കുന്ന പുരുഷന്മാരെയും സ്വാധീനിക്കാൻ സംഘപരിവാർ അജണ്ടയിലേക്ക് എത്തിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് വ്യാപകമായിട്ട് ഇപ്പോ നമ്മുടെ കേരളത്തിൽ ജിഹാദികളൊക്കെ പ്രചരണം നടത്തുന്നുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ തന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. ഇതിൽ വ്യക്തമായിട്ട് ഈ റാശി പട്ടാമ്പിയൊക്കെ പ്രചരിപ്പിക്കുന്നത് പാട്ടായും സിനിമയായും പുസ്തകമായും തമാശയായും നിഷ്കളങ്കമായ ഭക്തിയായും വരാമെന്നാണ്. ഈ ഫാസിസം യൂണിഫോമിൽ മാത്രമല്ല വരുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ ഒരു പ്രചരണം ഭജൻസുകൾക്കെതിരെയൊക്കെ തന്നെ ജിഹാദികള് നടത്തുന്നുണ്ട്. ഈ ജിഹാദികൾക്കും, അതായത് ഭജൻസിനെതിരെയൊക്കെ രംഗത്ത് വരുന്ന ജിഹാദികൾക്കും അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും മണ്ടക്കടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സകല ഭജൻസിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. വളരെ വ്യക്തമാണ്. ഭജൻസിനെതിരെ നിൽക്കുന്ന ജിഹാദികളുടെ മണ്ടക്ക് രാഹുൽ ഗാന്ധിയുടെ, അതായത് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മണ്ടക്കും കൃത്യമായിട്ട് കൊട്ടുന്നുണ്ട്. നരേന്ദ്രമോദി പറഞ്ഞതിന് ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കും, അതിനുശേഷം പൂർണ്ണമായിട്ടുള്ള പരിഭാഷ വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. ചെറിയൊരു ഭാഗമാണ്. मेरे प्यारे देशवासियों, हमारे देश में भजन और कीर्तन सदियों से हमारी संस्कृति की आत्मा रहे हैं. हमने मंदिरों में भजन सुने हैं, कथा सुनते वक्त सुने हैं. നിങ്ങൾ കേട്ടില്ലേ? ഞാൻ അതിന്റെ പരിഭാഷ, പൂർണ്ണമായിട്ടുള്ള പരിഭാഷ കേൾപ്പിക്കാൻ ഒരു 15 സെക്കൻഡ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഞാൻ അതിന്റെ പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നാട്ടിൽ നൂറ്റാണ്ടുകളായി ഭജനകളും കീർത്തനങ്ങളും നമ്മുടെ സംസ്കാരത്തിന്റെ ആത്മാവാണ്. ക്ഷേത്രങ്ങളിൽ ഭജനകൾ കേട്ടിട്ടുണ്ട്, ആഖ്യാനങ്ങൾക്കിടയിൽ അവ കേട്ടിട്ടുണ്ട്. ഓരോ കാലഘട്ടവും അതിൻ്റെതായ രീതിയിൽ ഭക്തിയോടെ ജീവിച്ചിട്ടുണ്ട്. ഇന്നത്തെ തലമുറയും പുതിയ എന്തെങ്കിലും ചെയ്യുന്നു. ഇന്നത്തെ യുവാക്കൾ അവരുടെ അനുഭവങ്ങളിലും ജീവിത ശൈലിയിലും ഭക്തി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചിന്ത ഒരു പുതിയ സാംസ്കാരിക പ്രവണതക്ക് കാരണമായി. സോഷ്യൽ മീഡിയയിൽ അത്തരം വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. രാജ്യത്തുടനീളമുള്ള വിവിധ നഗരങ്ങളിൽ ധാരാളം യുവാക്കൾ ഒത്തുകൂടുന്നു. വേദി അലങ്കരിച്ചിരിക്കുന്നു, വിളക്കുകളുണ്ട്, സംഗീതമുണ്ട്, എല്ലാ ആഡംബരവും പ്രകടനവുമുണ്ട്. അന്തരീക്ഷം ഒരു കച്ചേരിയിൽ കുറവല്ല, അതൊരു വലിയ കച്ചേരി പോലെയാണ്. എന്നാൽ അവിടെ പാടുന്നത് പൂർണ്ണ ഭക്തിയോടെ, പൂർണ്ണ സമർപ്പണത്തോടെ, പൂർണ്ണ താളത്തോടെയാണ്. ഭജനകളുടെ പ്രതിധ്വനി ഈ ചാനലിനെ ഇപ്പോൾ ഭജൻ ക്ലബിംഗ് എന്ന് വിളിക്കുന്നു. പ്രത്യേകിച്ച് ജൈന മതക്കാർക്കിടയിൽ ഇത് കൂടുതൽ പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടികളിൽ ഭജനകളുടെ അന്തസ്സും വിശുദ്ധിയും നിലനിർത്തുന്നത് കാണുന്നത് സന്തോഷകരമാണ്. ഭക്തിയെ നിസാരമായി കാണുന്നില്ല. വാക്കുകളുടെ അലങ്കാരമോ വികാരമോ വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നില്ല. വേദി ആധുനികമായിരിക്കാം, സംഗീത അവതരണം വ്യത്യസ്തമായിരിക്കാം, പക്ഷേ കാതലായ ആത്മാവ് അതേപടി തുടരുന്നു. ആത്മീയതയുടെ നിരന്തരമായ ഒഴുക്ക് അവിടെ സമാനതകളില്ലാത്തതാണ്. അതായത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തുടനീളം ഒരുപാട് ഭജൻസുകള് വലിയ രീതിയിൽ, ആധുനിക രീതിയിൽ, എന്നാൽ ഭക്തി കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും ഒക്കെ ആര് ഉയർത്തിപ്പിടിച്ചാലും
അവിടേക്ക് നമ്മുടെ നരേന്ദ്രമോദിയുടെ, നമ്മുടെ പ്രധാനമന്ത്രിയുടെ കരങ്ങൾ എത്തുമെന്നുള്ളത് വെറുതെ പറയുന്നതല്ല എന്നുള്ളത് ഈ ലേറ്റസ്റ്റ് ഈ ഒരു വിഷയത്തിൽ പോലും ബജറ്റ്സുമായി ബന്ധപ്പെട്ട് പോലും അദ്ദേഹം നടത്തിയ ഈ ഒരു പ്രഖ്യാപനത്തോട് കൂടിയിട്ട് സകല ആളുകളും തിരിച്ചറിയണോ. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാ. അത് ഒളിമ്പിക്സ് മുതൽ ക്രിക്കറ്റ് മുതൽ അത് ഇനി ഏത് കാർഷിക മേഖലയായിക്കൊള്ളട്ടെ, സയൻസ് മേഖലയായിക്കൊള്ളട്ടെ, വ്യാപാര മേഖലയായിക്കൊള്ളട്ടെ, സൈനിക മേഖലയായിക്കൊള്ളട്ടെ, ആരോഗ്യ മേഖലയായിക്കൊള്ളട്ടെ, അങ്ങനെ ഏത് മേഖലയിലേക്കും ഇതുപോലെ കൈകളെത്തുന്ന ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ ബജറ്റ്സ് ഒക്കെയായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് രാജ്യത്തൊരു വലിയ സന്ദേശം കൂടിയാണ് കൊടുക്കുന്നത്. ഇത് നമ്മുടെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവുമാണ് ഈ ബജറ്റ്സ് ഒക്കെ ഉയർത്തിപ്പിടിക്കുന്നത്. ഇതിനെതിരെ ആരും തിരിഞ്ഞു കുത്താൻ വരേണ്ട എന്ന് വ്യക്തമായിട്ട് നരേന്ദ്രമോദി ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഇത് ജിഹാദികൾക്കുള്ളൊരു കൃത്യമായ സന്ദേശം കൂടിയാ. ഭജൻസ് അതായത് ഒരു ഭക്തിയോട് കൂടിയിട്ട് ഏത് മതമായിക്കൊള്ളട്ടെ ആ മതങ്ങളിൽ അവരുടെ ആരാധന മറ്റൊരാൾക്കും ഉപദ്രവമില്ലാതെ നടത്തി മുന്നോട്ട് പോകുന്നതിൽ എന്തിനാണ് ഈ ജിഹാദികളൊക്കെ കുരുപൊട്ടുന്നത്? നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞു, ഈ രാഹുൽ ഗാന്ധിയുടെ മണ്ടക്ക് കൂടിയാണ് നരേന്ദ്രമോദി കൊട്ടിയത് എന്ന്. നമ്മുടെ രാജ്യത്തെ ജൻസി, നമ്മുടെ രാജ്യത്തെ യുവാക്കള് ഇതുപോലെയുള്ള ഭജൻസ് ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ഓരോ ആളുകളും ഒന്ന് ശ്രദ്ധിക്കണം. രാജ്യത്തുടനീളമുള്ള നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെ ഭജൻസുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ നന്ദഗോവിന്ദം ഭജൻസ്, അതേപോലെ തന്നെ ഒരുപാട് നിരവധി ഭജൻസ് ഉള്ളതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും ഇതുപോലെ നിരവധി ഭജൻസ് ഉണ്ട്. അവിടേക്ക് തന്നെ എത്തുന്ന ആളുകളിൽ ഒരുപാട് യുവാക്കൾ, ഒരുപാട് ജൻസ്. ഇവിടെ രാഹുൽ ഗാന്ധി ഈ അടുത്ത് നേപ്പാളിൽ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത്, നേപ്പാളിൽ അറിയാലോ, ജൻസിയൊക്കെ രംഗത്തിറങ്ങിയിട്ട് അവിടെ കലാപങ്ങൾ നടത്തിയതായിരുന്നു. ഇതിന്റെ തൊട്ടു പിന്നാലെ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷന് എതിരെ പോലും പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ് ജൻസികളോട് തെരുവിലിറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ജൻസികളൊക്കെ ഇവിടെ ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന തിരക്കിലാണ് രാഹുലെ എന്നാണ് നരേന്ദ്രമോദി കൃത്യമായിട്ട് സന്ദേശം കൊടുക്കുന്നത്. ഈ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കൊപ്പം തന്നെയാണ് ഈ രാജ്യത്തെ ജൻസി എന്നുള്ളത് ഈ രാഹുൽ ഗാന്ധിക്ക് വളരെ വ്യക്തമാക്കി കൊടുക്കുന്നൊരു സന്ദേശം കൂടി തന്നെയാ ഈ നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള ഈ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ ജിഹാദികളോട് കൂടിയാണ് ഭജൻസിന്റെ ഒക്കെ പിന്നാലെ വരുമ്പോ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോ 1000 തവണ ചിന്തിച്ചിട്ട് അങ്ങ് വന്നാൽ മതി. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്ത് നടക്കുന്ന സകല ഭജൻസുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഈ രാജ്യത്തിന്റെ പാരമ്പര്യം, പൈതൃകം, സംസ്കാരം, ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടുള്ള ഭക്തി, ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം, പൈതൃകം, സംസ്കാരം എന്നൊക്കെ ഉള്ളത് എന്നുള്ളതിൽ ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. അപ്പോ സകല ജിഹാദികളോടും കൂടിയിട്ടുള്ള ഒരു കൃത്യമായ സന്ദേശം നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ ഭജൻസിന്റെ ഒന്നും പിന്നാലെ അനാവശ്യമായിട്ട് ജിഹാദികൾ വരാതിരിക്കുന്നതായിരിക്കും അവർക്ക് നല്ലത്. രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ സന്ദേശം, ഇവിടെയുള്ള ജൻസി ഈ പ്രക്ഷോഭത്തിനും കലാപത്തിനും കാത്തിരിക്കല്ല, രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്നതിൽ തിരക്കിലാണ് എന്നുള്ള കൃത്യമായ സന്ദേശം കൂടി നരേന്ദ്രമോദി ഈ രാഹുൽ ഗാന്ധിക്കും കൊടുത്തിരിക്കുന്നു എന്നുള്ളത് നരേന്ദ്രമോദിയുടെ ഈ സന്ദേശത്തിലൂടെ സകല ആളുകളും തിരിച്ചറിയുക.